കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചത് എങ്ങനെയാണ് ഹീൽ വാക്ക് പഠിപ്പിക്കുക എന്നുള്ളത്. അത് ശ്രദ്ധിച്ചാൽ ഡോഗ് എപ്പോഴും നമ്മുടെ ഇടതുഭാഗത്തായിരിക്കും, അത് എപ്പോഴും ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ടോയുടെ മുമ്പിലേക്ക് കയറിപ്പോകാൻ പാടില്ല. ഇവിടെ അതാണ് ഹീൽ എന്ന് പറഞ്ഞത്. ഹീലിലായിരിക്കും ഡോഗ് എപ്പോഴും. ഒരു കാരണവശാലും ഡോഗിന് മുമ്പോട്ട് കയറിപ്പോകാൻ നമ്മൾ അനുവദിക്കരുത്. ലീഷ് നമ്മുടെ വലത്തെ കയ്യിൽ പിടിക്കുക, ഇടത്തെ കൈ നമുക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇടത്തെ കൈയാണ് നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡോഗ് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇടത്തേക്ക് ഡോഗിനെ ബാക്കിലേക്ക് കൊണ്ടുവരാം, സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് 2-3 ദിവസം പ്രാക്ടീസ് കഴിയുമ്പോഴത്തെ ഡോഗ് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നടക്കാൻ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ലീഷ് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. എപ്പോഴും വലിഞ്ഞ് നടക്കാൻ പാടില്ല ലീഷ്. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് ലീഷ് ഇപ്പോൾ ഡോഗ് വന്ന കണ്ടില്ലേ? വിത്തൗട്ട് ലീഷിൽ വരുന്നതല്ല, വിത്തൗട്ടിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഡോഗ് അതങ്ങ് പഠിച്ചോളും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിൽക്കുന്ന സമയത്ത് ഡോഗിനെ ഇരിക്കാൻ പഠിപ്പിക്കണം. അന്ന് എന്താണ് ഇരിക്കുകയും വേണം ഡോഗ്. ഇത് നമുക്ക് ഫുഡ് ഉപയോഗിച്ചും പഠിപ്പിക്കാം. ഇപ്പോൾ കണ്ട് ഡോഗ് ഇരിക്കുന്ന കണ്ടില്ലേ? നമ്മുടെ ടോയിൻ്റെ ആ ബാക്കിലായിട്ടായിരിക്കുന്നത്, ഹീലിലാണ് ഡോഗ് ഇരിക്കുന്നത്. ഇത്